എടാ ഇതിലെവിടെയാ ബാഹ സർക്കിട്ട് നീ പറഞ്ഞ? അതിനകത്തില്ലേ ബാഹ സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞ്. ഏതില് നമ്മുടെ ബാഹയുടെ മറ്റേ ഇതില്ലേ, ഔട്ട് പോസ്റ്റ് ഇല്ലേ, ശരി ഫെസ്റ്റിവൽ ഇല്ലേ അവിടെ. ബാഹ ഫെസ്റ്റിവൽ ഔട്ട് പോസ്റ്റ് ബീച്ചിന്റെ സൈഡില്. റാലി അഡ്വഞ്ചർസ് അവിടെ ഇല്ലേ, അവിടെ. ഔട്ട് പോസ്റ്റ് പിന്നെ വേറെ എവിടെ? ലെഫ്റ്റ് സൈഡാ റൈറ്റ് സൈഡാ? ലെഫ്റ്റ് സൈഡ്. ആ റാലി അഡ്വഞ്ചർ ഇതാണോ? റാലി അഡ്വഞ്ചർ ആണ് എടുക്കുള്ള. റാലി അഡ്വഞ്ചർ അല്ല, അതിനകത്ത് എച്ച് കണ്ടോ വെച്ചാ, അതിനകത്തൊരു ബാഹ സ്ക്രാമ്പിൾ സർക്യൂട്ട് ഉണ്ട്. ബാഹ സ്ക്രാമ്പിൾ അതല്ല അതിന്റെ മണ്ടയില് ബാഹ സ്ക്രാമ്പിൾ കിട്ടി. 1K സബ് അടിക്കുമ്പോൾ രൂപ F6 പുതിയ ഇൻസ്റ്റയിലെ പോസ്റ്റ് കണ്ടോ? അതെ, F6 പുതിയ പോസ്റ്റുകൾ. പിന്നെ അതുണ്ട് Audi R8 V8 ഉണ്ട്. ഈ മാപ്പ് സ്ക്രാമ്പിൾ ഒരു സുഖമില്ല നമുക്ക്. സ്ക്രാമ്പിളേ വേറെ ഒരു നല്ല ഉണ്ട് കേട്ടോ. V8 Audi ഇതാണോ സർപ്രൈസ്? വണ്ടിയാണ് എടുക്കുന്നത്. നേരത്തെ എടുത്ത വണ്ടിയില്ല. അവര് ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്ത് നോക്കിയോ? ഇവര് ഡെയിലി ഇങ്ങനെ F6 ഓരോ വീഡിയോ ഇറക്കുന്നുണ്ട്. ഡെയിലി ഓരോ വീഡിയോ ഇറക്കുന്നുണ്ട് രാത്രി. എന്റെ അപ്പുറത്ത് വേറെ വണ്ടി ഉണ്ടെന്നാ. പ്രൂഫുള്ളവരാണെങ്കിൽ നോക്കിക്കോ, എന്റെ അപ്പുറത്ത് വേറെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് ഡൂമ് തേർഡ് പേഴ്സണിലാണ്. തേർഡ് പേഴ്സണിലായാലും അത് കാണുള്ളൂ. പേഴ്സണലല്ലേ കാണാൻ പറ്റും. എനിക്ക് നിന്നെ മാത്രമേ കാണത്തുള്ളായിരുന്നു. നിന്റെ വലിയ വണ്ടി ആയതുകൊണ്ട് അത് നിറഞ്ഞിരിക്കുവായിരുന്നു എന്റെ വ്യൂവില്. എന്റെ അപ്പുറത്ത് ഒരു ചുമപ്പ് വണ്ടി ഉണ്ടായിരുന്നു. മസ്ത ആരാ ഓകിയാന്നുണ്ട്. നോവായിരുന്നു എനിക്ക് തോന്നുന്നത്. വേഗട്ടോ എല്ലാരും അക്സെപ്റ്റ് ചെയ്തോണേ. എടാ റാംപേജേ, നിന്റെ വലിയ വണ്ടിയല്ലേ, ഹെവി വണ്ടിയല്ലേ? അപ്പം നീ അതല്ലടാ ഞാൻ പറഞ്ഞ, ഞാൻ ഒറ്റയ്ക്കല്ല തള്ളിന്ന് അത്ര. ഞാൻ മാത്രം ഈക്വലായിട്ട് പോകുന്നതാണെ കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങോട്ടും ഇവിടെ തിരിക്കാം. വണ്ടി എടുക്കാൻ പറ്റുമല്ലോ. അയ്യോ ഞാൻ എടുത്ത വണ്ടി മാറിപ്പോയി. എല്ലാ വണ്ടിയും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ എടുത്ത വണ്ടി അല്ല എനിക്ക് കിട്ടി. ഞാൻ ഉള്ളത് കൊണ്ടോ ബോറോക്കാർ അടിക്കല്ലേ. എനിക്ക് ലോറി കിട്ടി, ഞാൻ ഒന്നും സെലക്ട് അതപ്പോ ലീഡറിന്റെ ഇട കിട്ടിയ എന്റെ ഇതാ കിട്ടിയ. ഞാൻ കളർ ക്ലാസ് അല്ലേ പറഞ്ഞത്. ലോറി ഇവിടെ ഓൾറെഡി മഞ്ഞ കളർ സി ആണ്ടാ? സി അല്ല പറഞ്ഞത്, എ ആ പറഞ്ഞത്. അല്ല ഇതിന് ചാലഞ്ച് ഒന്നും ഇല്ല. ജീവൊന്നും തേർഡ് തന്നെയാണോ? ചാലഞ്ചിന്റെ അല്ല, തേർഡ് തന്നെയാണോ? സാധാ പോലെ ട്രക്കുള്ളവന്മാരെല്ലാം ഇടിച്ചിട്ടോ കൊച്ചുകളെ. ഫ്രണ്ടില് 3 ലോറി. സ്റ്റോപ്പ് വണ്ടിയാ. എടാ ഇതെന്താ പറയുന്നത്? എടാ ഇതിന് 3 ഗിയർ പോകാം. ഇതെന്ത് വണ്ടി പോയി? ഞാൻ എടുത്ത വണ്ടി തന്നെ മതിയായിരുന്നു. അതാണ് ചൂസ് ചെയ്യാനും പറ്റിയില്ല. ഞാൻ എടുത്ത വണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലടാ. എടാ ഇത് 3 ഗിയർ പോകാം. ഇത് ആറുണ്ടാക്കി വണ്ടിയത് തെന്നി കളിക്കുന്നത്. ഞാൻ ലോറിയെ എടുത്താ ഞാനും. ലോറ ഭയങ്കര നൈസാണ്ടാ. ഇത് മറ്റേ ഫോർത്ത് എഡിഷനാ. എന്റെ അത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് കാർ എടുക്കാൻ വിചാരിച്ചെടുത്തായത്. ഫോർത്ത് എഡിഷനാ ഈ വണ്ടി, കാറ്. ഇത് 3 വണ്ടി തിരിയുന്നില്ല, മതിലിടിച്ചങ്ങ് തിരിക്കുക.
ഞാൻ കണ്ടു റെട്രോപോയൊക്കെ എല്ലാം മതിലിടിച്ചിട്ടാ വളഞ്ഞു പോണത്. വണ്ടിയിൽ ഈ ലോറി തിരിയത്തില്ല. ടോപ്പാൻസ് എന്താ എനിക്ക് അറിഞ്ഞൂടാ. യൂട്യൂബിൽ ഇങ്ങനത്തെ കുറെ ആവശ്യമില്ലാത്ത പരിപാടികൾ. അത് ചാറ്റ് ഇടുമ്പോഴൊക്കെ കൂടും. ചാറ്റ് തൂക്കത്തൊക്കെ ചെയ്യുമ്പോൾ കൂടും. അതിന് ഡെയിലി സ്ട്രീമിലൊക്കെ വന്ന് ചാറ്റ് ഇടുമ്പോഴത്തേക്കും ടോപ്പാൻസ് വരും തോന്നും. ഇതെന്തത് എന്ത് വണ്ടി ഇത്? 3 ഗിയറൊക്കെ ഉള്ള വണ്ടിയാണ്. പറയടാ ആരാണെങ്കിൽ സാമ്പാജാണ് എന്നെ ചേർത്തേക്കൂടാ. എന്ത് വണ്ടി ഇത്? എ ക്ലാസ് 800 കാണിച്ചോണ്ട് ഞാൻ എടുത്താ. കൊറേ പേര് അതിലുണ്ടോ? എല്ലാവരും ട്രക്കാ. ട്രക്ക് എടുത്തത് ഇതിന് ഓടി. ഇത് നോക്ക്. ട്രക്ക് എടുത്ത് നല്ലോണം ഓടിക്കായിരുന്നു. ട്രക്കിൽ നല്ല സ്പീഡ് ഉണ്ട്. ഇതല്ല ഹാൻഡിലിംഗ് ഇല്ല. ഞാൻ മറ്റേ ബ്രോങ്കോന്റെ ഏത് ബ്രോങ്കോയാ ബ്രോക്കിയോ? ബ്രോ അതിപ്പോ ലോറി ഈ വണ്ടി രസമില്ല. ആ റോഡ് നനഞ്ഞിടക്കൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്തങ്ങ് പോവാ. അതല്ല പിന്നല്ലേ ഇത് ഈ വണ്ടിക്ക് 3 ഗിയർ ഉള്ളതാണ്. സ്പീഡ് കയറുന്നില്ല. ലോറി 7 ഗിയർ കാണുന്നുണ്ട്. 7 10 കാണുന്നുണ്ട്. കേട്ടോ 3ാമത്തെ ഗിയർ കട്ട് ഓഫ് അടിച്ചിരിക്കുക ഞാൻ. അതേതാ വണ്ടി? ഏതാ എന്റെയോ? ഇത് മറ്റേ എടാ 350C മറ്റേ ഇതില്ല ഫോർസ് അടിച്ച്. ബുക്ക് മാത്രം ഉള്ളായിരുന്നു. നീ എവിടാടാ ഒരു വീടില്ലതിന്റെ എന്താന്ന് ഇലക്ട്രോപോയിൽ ചേസ് ചെയ്തോണ്ടിരിക്കുക വണ്ടിയില്. നഷ്ട വണ്ടിക്ക് സ്പീഡില്ല. അവൻ താ വിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്റെ അടുത്ത്. നീ അവിടെ അടിച്ചിട്ട് കയറണ അവിടുന്ന്. ഒരു മതിലൊക്കെ അടുത്ത മതിൽ. ഷോർട്സ് കമന്റ് കാണുന്നില്ലേ? എടാ ഇത് ഞാൻ രണ്ടുകൂടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരെണ്ണത്തിന് കമന്റേ ഉള്ളൂ. എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുള്ളൂ. മറ്റേ ഞാൻ മൊബൈൽ വെച്ചിട്ടുണ്ട്. പക്ഷേ മൊബൈല് റൈസ് കളിക്കാനിടയ്ക്ക് നോക്കാൻ പോയാൽ പണിയിട്ടു. ആ ഷോർട്സിൽ അത് ആൾക്കാർ കാണുന്നുണ്ടോ? ഉണ്ട് കാണുന്നുണ്ട്. അത്യാവശ്യം ഉണ്ടോ? മറ്റേക്കാളും ആളുണ്ട്. അതല്ലേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് വന്നു തുടങ്ങി റീൽസിന്റെ ഇടയ്ക്ക്. എടുത്തിട്ടുണ്ടോ? ചാറ്റ് ചെയ്യാൻ വായിക്കുന്നുണ്ട്. ഇടയ്ക്ക് നോക്കുന്നുണ്ട്. മനോജ് ബ്രോ വെൽക്കം ടു. അങ്ങനെ റീൽസിന്റെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡ് 5 സെക്കൻഡ് നോക്കി സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നു. യൂട്യൂബ് കണക്ക് അത് വന്നു തുടങ്ങി. കറങ്ങി എന്നെ പുറകെ എത്തിയ. ഹലോ ഇതേതാ കാറ്? വെറുത്തു പോയി റീസ്. ഈ വണ്ടിക്ക് 3 ഗിയർ ഉള്ള ഇതാ അതിന്റെ ടോപ്പ് സ്പീഡ്. നിങ്ങൾ ആലോചിച്ച് ഇത് മറ്റേ ഫോഴ്സ് എഡിഷൻ അല്ലേ നിസാൻ? ആണ്. കുഴപ്പം അടി 200 215 ഇതാ കട്ട് ഓഫ് ആയത്. ഒന്ന് ആലോചിച്ച് ഇത് നോക്ക്. ഇത് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ റോഡ് ഇച്ചിരി ടഫായിട്ടുള്ള റോഡ് സ്ലോയിൽ പോകാനുള്ള വണ്ടിയുണ്ട്. ഇറങ്ങിയിട്ട് ഈ ക്ലാസ് എല്ലാം ഷോ പോയത്. എ ക്ലാസ് പേരേ ഉള്ളൂ. ഫോർസ് എഡീഷന് നല്ല അത്യാവശ്യം ഗ്രിപ്പ് അങ്ങനത്തെ ഉള്ളത്. ഈ 3 ഗിയർ അല്ല ഇതിന് വേണ്ട. ഇതിന് 5 ഗിയറിലും വേണമായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. എല്ലാരും പോണോ? എല്ലാരും പോണോ? നല്ല കൊണ്ടല്ലോ അല്ലേ? ഞാൻ ഫുഡ് കഴിച്ചു. ഹലോ ഹലോ ആ പറ. ഡ്രൈവർ ഇന്നിപ്പോ അറിയില്ലടാ. അടുത്ത ദിവസം നോക്കാം. എന്താ ഗെയിം? എന്താ അത്? ഒരു ഗോസ്റ്റ് ഗെയിമാ. നമ്മളൊക്കെ ഒരു കുറച്ച് ആൾക്കാരെ കൂടി പ്രയത്നം പിടിക്കാൻ പോകും രാത്രി. ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചാ മതി. യന്ത്രാഫിസ്റ്റ് കളിച്ചിട്ട് ഡൂംബ്രോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാന് ഫിറ്റ് ഗേളിന്ന് ഇത് ഡൗൺലോഡ് ചെയ്തു. ഫോർത്ത് ഡൗൺലോഡ് ചെയ്ത് ഇപ്പൊ സീഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുകയാണ്. സീഡിങ് എന്ന് പറയുമ്പോ നിന്റെ ഉള്ള ഗെയിമിന്റെ ഫയല് ബാക്കിയുള്ളവർക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അത് വേണമെങ്കിൽ നിനക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്താൽ വേറെ ആൾക്കാർക്ക് നിന്റെ ഫയൽ കിട്ടിക്കൊണ്ടിരിക്കും ആ ഗെയിമിന്റെ. എടാ അതായത് ഇപ്പൊ നീ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇപ്പൊ മെയിൻ സെർവറിൽ നിന്നായിരിക്കും നീ ഡൗൺലോഡ് തന്നെ. അപ്പൊ സെർവറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടൊറന്റിന് സെർവർ ഇല്ലടാ.
അല്ല അങ്ങനല്ല. അപ്പൊ ഞാൻ download ചെയ്തിട്ടില്ലേ? അങ്ങനെ അതായത് സെർവറിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എനിക്ക് ഡൗൺലോഡ് സ്പീഡ് പോകുമല്ലോ. അപ്പൊ ടൊറന്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പല ആൾക്കാർ ഇത് സീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പല സ്ഥലത്തു നിന്നായിട്ട് നിനക്ക് അവൈലബിലിറ്റി ഉണ്ട്. അതായത് ഫയല് സീഡ് ചെയ്യാൻ നേരത്ത് നിനക്ക് അതുപോലെ സ്പീഡ് കിട്ടും. സീഡിങ് കൂടുതലുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് ഡൗൺലോഡ് ആവും. ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പൊ എന്റേത് ഇൻസ്റ്റാൾ ആയി തീർന്നിട്ടല്ലേ ഇതിപ്പോ സീഡിങ് കിടക്കുന്നത്?